ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് Ubuntu 18.04 എന്ന വെർഷനിലെ ടക്സ് ടൈപ്പിംഗ് എന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. നാം വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടറിൽ മാറ്ററുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലർ വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യുന്നു, ചിലർ വളരെ സാവധാനത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അയാളുടെ കീബോർഡ് പ്രാക്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ടക്സ് ടൈപ്പിംഗ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും എഡ്യൂക്കേഷൻ കിഡ്സിലോട്ട് പോകുക. എഡ്യൂക്കേഷൻ കിഡ്സ് എന്ന മെനുവിൽ നിന്നും ഏറ്റവും അവസാനമായി കിടക്കുന്ന ടക്സ് ടൈപ്പിംഗ് എന്ന ആപ്ലിക്കേഷനാണ് നാം ക്ലിക്ക് ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി പറയാം, ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ കിഡ്സ്, അതിൽ ഏറ്റവും അവസാനമായി ടക്സ് ടൈപ്പിംഗ്. ഇപ്പോൾ നമുക്ക് കാണുന്നത് ടക്സ് ടൈപ്പിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസാണ് നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനെ കൂടുതൽ പരിചയപ്പെടാം. ഇപ്പോൾ നാം കാണുന്ന ഇൻ്റർഫേസാണ് ടക്സ് ടൈപ്പിങ്ങിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഷ് കാസ്കേഡ്, കോമൻറ്റ്സ് ആപ്പ്, ലെസൺസ്, ഓപ്ഷൻസ്, ക്വിറ്റ് എന്ന 5 മെനൂസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്, നമുക്കൊരു കീബോർഡ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലെസൺസ് എന്ന സെക്ഷനിലായിട്ട് വരിക. മൗസ് അവിടെ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെസൺസിൻ്റെ ഇതിൽ വരുമ്പോൾ ബേസിക് ലെസൺ 1, ബേസിക് ലെസൺ 2, അങ്ങനെ ലെസൺസ് 8 വരെയുള്ള ലെസൺസ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ലെസൺ പരിചയപ്പെടാം. തുടർന്നുള്ള ലെസൺസ് നിങ്ങൾക്ക് അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെസൺസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒന്നാമത്തെ ലെസൺ നമ്മൾ മൗസ് പോയിൻ്റ് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എഴുതിക്കും ദ എ കീ ഇൻ ദിസ് ലെസൺ യു വിൽ ലേണിംഗ് വെയർ എ കീ ഈസ് ലൊക്കേറ്റഡ്. ഇന്നത്തെ ലെസണിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കീബോർഡിൽ എ എന്ന കീയുടെ പൊസിഷൻ എവിടെയാണ്, ഏത് വിരൽ കൊണ്ടാണ് അത് എ കീ പ്രസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എ എന്ന കീയും അതിന് തൊട്ടടുത്തുള്ള കീബോർഡിനടുത്തുള്ള എസ് എന്ന കീയും ഏത് വിരലുകൾ ഉപയോഗിച്ചാണ് കറക്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതിലെങ്ങനെ വേഗത കൊണ്ടുവരാമെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രസ് സ്പേസ് ടു സ്റ്റാർട്ട് ദ ലെസൺ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരുമ്പോൾ സ്പേസ് ക്ലിക്ക് ചെയ്യുക. അവിടെ എഴുതിയിട്ടുണ്ട് ഇൻ ദിസ് എക്സസൈസ് വി പ്രാക്ടീസ് ദ എ കീ എന്നാണ് പറയുന്നത്. ടു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഹിറ്റ് ദ പി കീ. ഇങ്ങനെ ഒരു സ്ക്രീൻ വരുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പി എന്ന കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് സെക്ഷനിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കീബോർഡ് സ്ക്രീനിൽ എ സ്പേസ് എ സ്പേസ് 3A ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞൊരു സ്പേസ് ടൈപ്പ് ചെയ്യണം. 3A ഒരു സ്പേസ് എന്ന രീതിയിലുള്ള ഒരു ലെസൺസാണ്. എന്നിട്ട് തുടർന്ന് ഏറ്റവും അവസാനം വരുമ്പോൾ എസ് ഒരു എസ് കൂടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. സ്പേസ് വീണ്ടും എസ് സ്പേസ് SAAA. ഇങ്ങനെ ഒരു ലെറ്റേഴ്സാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊരു കീബോർഡിൻ്റെ ഒരു ലേഔട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എ എന്ന കീയാണ് ആദ്യം, ഈ മുകളിൽ കാണുന്ന ലെറ്റേഴ്സാണ് നാം ടൈപ്പ് ചെയ്യേണ്ടത്. അത് നമ്മളുടെ അടുത്ത് ഇൻഡിക്കേറ്റ് ചെയ്യാണ് എ എന്ന കീ പ്രസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഏറ്റവും അറ്റത്തെ ചെറുവിരൽ കൊണ്ടാണ് പ്രസ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, എ പ്രസ് ചെയ്യും. വീണ്ടും നമ്മൾ എ ആണ് ടൈപ്പ് ചെയ്യേണ്ടത്, അതായത് എ ആണ് പ്രസ് ചെയ്യേണ്ടത്. അത് ആ വിരൽ കൊണ്ട് തന്നെ എ കീ പ്രസ് ചെയ്യുക. രണ്ടാമത്തെ എ വന്നു, മൂന്നാമത്തത് അത് തന്നെയാണ്. അപ്പോൾ വിരലുകൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്കൊരു സ്പേസാണ് ഇതിന് വരേണ്ടത്. സ്പേസ് അടിക്കേണ്ടത് ഇവിടെ നോക്കിയാൽ അറിയാം, വലത് കയ്യിലെ തള്ളവിരൽ കൊണ്ടാണ് സ്പേസ് ഇടേണ്ടത്. വീണ്ടും നമ്മൾ സെയിം നമുക്ക് ആ ഗ്രാഫിക്സ് നോക്കിയാൽ അറിയാൻ പറ്റും. എ വീണ്ടും സ്പേസ് വലതുവശ കയ്യിലെ തള്ളവിരൽ കൊണ്ട് ചെയ്യുന്നു. വീണ്ടും എ സ്പേസ് എ സ്പേസ് എ അടുത്ത് വരേണ്ട സ്പേസാണ്. നമ്മളുടെ അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമുക്ക് ഇൻഡിക്കേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ ആ വിരൽ തന്നെ ഫോളോ ചെയ്യണം. വീണ്ടും എ നമ്മൾ തെറ്റിയതുകൊണ്ടാണ് അത്. വീണ്ടും എ ഞാൻ ഈ സ്പേസ് അടിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും കീ പ്രസ് ചെയ്താൽ അവിടെ ഒരു സൗണ്ട് നമുക്ക് മറ്റു ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. അതായത് ഞാൻ കറക്റ്റ് സ്പേസ് അല്ല അടിച്ചത്,
വീണ്ടും അടിക്കേണ്ട എ ആണ്. എക്ക് പകരം ഞാൻ എസ് അടിക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റാണെന്നാണ് കാണിക്കുന്നത്. നമ്മൾ എ സ്പേസ് എ ഇവിടെ 3 എ കഴിഞ്ഞൊരു എസ് ഉണ്ട്. ആ എസ് ഇടത് വിരലിൻ്റെ ചെറുവിരലിന് പുറത്തുള്ള വിരൽ കൊണ്ടാണ് എസ്. വീണ്ടും എ എസ് സ്പേസ് എ എസ് സ്പേസ് എസ് എ. ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അടുത്ത വീണ്ടും മറ്റൊരു ഇത് തന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എ എന്ന ലെറ്റർ അടിക്കുന്നതിനുള്ള വിരൽ ഏതാണെന്നും എസ് എന്ന ലെറ്റർ അടിക്കേണ്ട വിരൽ ഏതാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എ അടിക്കുമ്പോൾ നമ്മുടെ ആ ചെറുവിരൽ തെറ്റിനെ നമ്മൾ എ പ്രസ് ചെയ്യും. എസ് അടിക്കുമ്പോൾ നമ്മുടെ കൈ അറിയാതെ തന്നെ എസ്സിലോട്ട് പോകും. ഇങ്ങനെ നമ്മളൊരു പ്രാക്ടീസിലൂടെയാണ് ഈ ഒരു ടൈപ്പിംഗ് സ്കില്ല് നേടിയെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഈ വേർഡ്സിനെ നമുക്ക് ഇങ്ങനെ ഓരോ ലെറ്റർ ബൈ ലെറ്ററായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് കീബോർഡ് കൂടുതൽ ഫെമിലറൈസ് ആകുകയും പ്രാക്ടീസ് കൂടുകയും ചെയ്യും. ഇപ്പുറത്തൊരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ടൈം, നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 161.46 സെക്കൻഡാണ് ടൈപ്പ് ചെയ്തത്. നമുക്ക് തുടർന്നും ഇത് അടിക്കാം. എസ് സ്പേസ് എസ് സ്പേസ് എ. ഞാനിപ്പോൾ ആ ഒരു ശരിയായ രീതിയിലാണ് അടിച്ചു പോകുന്നത്. എസ് സ്പേസ് എ സ്പേസ് 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 എസ് സ്പേസ് സ്പേസ് എസ്. വീണ്ടും അടുത്ത ഇത് വന്നു. എ സ്പേസ് എസ് സ്പേസ് 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 പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റിൽ എത്ര ക്യാരക്ടേഴ്സ് അടിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേർഡ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റിൽ എത്ര വാക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇതിനിടയ്ക്ക് വെച്ച് എത്ര എറേഴ്സ് ഉണ്ടായി പറഞ്ഞിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള ആക്യുറസി 87% ആയിരുന്നു. ഇത്തരത്തിൽ നമുക്ക് കൂടുതൽ പ്രാക്ടീസുകൾ ചെയ്യാൻ സാധിക്കും. വീണ്ടും നമ്മൾ എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ലെസണിലോട്ട് വരും. അതിൽ നിങ്ങൾ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ ഫിഷ് കാസ്കേഡും കോമറ്റും ചെയ്യുന്നതിന് മുമ്പ് ലെസൺസ് എന്ന ടോപ്പിക്കിൽ ബേസിക് ലെസൺ 1 ആദ്യം പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ബേസിക് ലെസൺ 2, ബേസിക് ലെസൺ ഈ 8 ബേസിക് ലെസണും നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കീബോർഡിൽ വളരെ കുറച്ചുകൂടെ നല്ല കീബോർഡ് പ്രാക്ടീസ് കിട്ടുകയും ടൈപ്പിങ്ങിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ദയവായി ടൈപ്പിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ട്യൂട്ടോറിയൽ പരിചയപ്പെടുത്തുക. നമുക്ക് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കീബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്യൂട്ടോറിയലാണ്, അല്ലെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷനാണ് ടക്സ് ടൈപ്പിംഗ്. ഇന്നത്തെ ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നന്ദി, നമസ്കാരം.